നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞിരത്തിങ്കലിലെ SC കോളനിയിലെ വിദ്യാർത്ഥിക്ക് സ്മാർട്ട് ഫോൺ കൈമാറി. കാഞ്ഞിരത്തിങ്കലിലെ റോഡ് പണി പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു. കാട്ടകാമ്പാലിൽ CPI അമിതമായ അവകാശവാദം ഉന്നയിക്കുകയാണെന്ന് CPM. CPM ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെങ്ങാമുക്ക് സ്കൂളിൽ സാനിറ്റൈസർ വിതരണം ചെയ്തു. വെള്ളം ലഭിച്ചില്ല. മങ്ങാട് പൊന്നത്ത് കൃഷിയിടം വെണ്ടുകീറി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും കുന്നംകുളം പ്രസ് ക്ലബ് സ്വീകരണം നൽകി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെ കുന്നംകുളം ബാർ അസോസിയേഷൻ നേതൃത്വത്തിൽ ആദരിച്ചു. വാർത്തകൾ വിശദമായി. കാഞ്ഞിരത്തിങ്കലിലെ SC കോളനിയിലെ വിദ്യാർത്ഥിക്ക് സ്മാർട്ട് ഫോൺ കൈമാറി. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരത്തിങ്കൽ SC കോളനിയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ഓൺലൈൻ പഠന സൗകര്യത്തിന്റെ ഭാഗമായി സ്മാർട്ട് ഫോൺ കൈമാറി. കാഞ്ഞിരത്തിങ്കൽ മൂലേപ്പാട് CPM ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സ്മാർട്ട് ഫോൺ നൽകിയത്. പഞ്ചായത്ത് ഭരണസമിതി ഇന്നലെ കോളനി സന്ദർശിച്ചിരുന്നു. വിദ്യാർത്ഥിനിക്ക് പഠന സൗകര്യമില്ലെന്നത് അറിഞ്ഞതോടെ CPM പ്രവർത്തകർ സ്മാർട്ട് ഫോൺ നൽകാമെന്ന് അറിയിച്ചിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ സ്മാർട്ട് ഫോൺ കൈമാറി. വൈസ് പ്രസിഡന്റ് PA യദുകൃഷ്ണ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ NK ഹരിദാസൻ, TS മണികണ്ഠൻ, CPM കാഞ്ഞിരത്തിങ്കൽ ബ്രാഞ്ച് സെക്രട്ടറി AP രാധാകൃഷ്ണൻ, നേതാക്കളായ വിൽസൺ, ജയൻ, ഷാജൻ, ദേവൻ, മനോജ്, ഷാജു, സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. ജീവിത സാഹചര്യങ്ങളും എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളെന്നും കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. കുട്ടി 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പഠിക്കാൻ വളരെ മിടുക്കിയാണ്. നമുക്കറിയാം, കോവിഡ് മൂലം നമ്മുടെ പഠന മേഖലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ അറിയിച്ചൊരു കാര്യം, ഓൺലൈൻ ക്ലാസ്സുകൾ TVയിലൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ തുടർന്നുള്ള വർക്കുകൾ, അസൈൻമെൻറ്റുകളൊക്കെ ചെയ്ത് നോട്ടിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ ടീച്ചറിലേക്ക് എത്തിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പ്രശ്നമാണ് അവർ പറഞ്ഞത്. അത് ഞങ്ങൾ ചർച്ച ചെയ്യുകയും അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്തിട്ട് നമുക്കൊരു മൊബൈൽ കൊടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. കാഞ്ഞിരത്തിങ്കലിലെ റോഡ് പണി പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ 3, 12, 14 വാർഡുകളെ ബന്ധിപ്പിച്ചുള്ള റോഡ് നിർമ്മാണം പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 12 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ നിന്നും 50 ലക്ഷം രൂപയും ചെലവഴിച്ച് വീതി കൂട്ടിയുള്ള ടാറിംഗ് നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, വൈസ് പ്രസിഡന്റ് PA യദുകൃഷ്ണ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ഹരിദാസൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ PS ജ്യോതിരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയത്. കരിയാമ്പ്ര, മൂലേപ്പാട്, കാഞ്ഞിരത്തിങ്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ 1723 മീറ്റർ ദൂരത്തിലൂടെ കടന്നുപോകുന്ന റോഡ് നവീകരണം പൂർത്തീകരിച്ച പാറേമ്പാടം ആറ്റുപുറം റോഡിലെ പെങ്ങാമുക്ക് ഭാഗത്താണ് എത്തിച്ചേരുന്നത്. 4 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിക്കുന്നത്. വെള്ളക്കെട്ട് നേരിടുന്ന പ്രദേശങ്ങളിൽ കാന നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. 3ഇടങ്ങളിൽ പുതിയ കലുങ്കും നിലവിലുള്ള കലുങ്ക് പൊളിച്ച് പുതുക്കി നിർമ്മാണവും പദ്ധതിയിലുണ്ട്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കാഞ്ഞിരത്തിങ്കലിൽ റോഡ് പൊളിച്ചിട്ടുണ്ട്. ഇതിലൂടെയുള്ള വാഹന ഗതാഗതം നിരോധിച്ചു. ഇപ്പോൾ കാണിയുടെയും കലുങ്കിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ജനുവരി അവസാനത്തോടെ ടാറിംഗ് ആരംഭിക്കും. ഫെബ്രുവരിയിൽ റോഡ് നിർമ്മാണം പൂർണ്ണമായും പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കാൻ സാധിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ PS ജ്യോതിരാജ് അറിയിച്ചു. കാട്ടകാമ്പാലിൽ CPI അമിതമായ അവകാശവാദം ഉന്നയിക്കുകയാണെന്ന് CPM. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനങ്ങളിലേക്ക് CPI ഉന്നയിച്ച ആവശ്യത്തോട് CPM പോസിറ്റീവ് നിലപാടാണ് സ്വീകരിച്ചതെന്ന് CPM കാട്ടകാമ്പാൽ ലോക്കൽ സെക്രട്ടറി TC ചെറിയാൻ. പഞ്ചായത്തിനകത്ത് LDF ഭരണം 10 CPM അംഗങ്ങളുടെയും 2 CPI അംഗങ്ങളുടെയും പിന്തുണയോടെയാണ് ആരംഭിച്ചത്. ഇതേ കക്ഷിനിലയിലാണ് 2015 നിലവിലുണ്ടായിരുന്നത്. അന്ന് 3 വർഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനവും 1 വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനവും CPIക്ക് നൽകിയിരുന്നു.
നിലവിലുണ്ടായിരുന്നതിനേക്കാൾ വലിയ അവകാശവാദമാണ് CPI ഈ വർഷം ഉന്നയിച്ചത്. 2.5 വർഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും 2.5 വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനവും, 3.5 വർഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും 1.5 വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനവും നൽകാൻ CPIM സന്നദ്ധമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ആവശ്യപ്പെട്ട സ്ഥാനങ്ങൾ വേണമെന്നതും ഇല്ലെങ്കിൽ LDF യോഗത്തിൽ പങ്കെടുക്കുന്നില്ലെന്നുമാണ് CPIയുടെ അവകാശവാദം. അമിതമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് അത് തരാതെ കമ്മിറ്റിയിൽ വരില്ല എന്ന നിലപാട് LDFൽ ജനവിധി നൽകിയ ജനങ്ങളോടുള്ള നിഷേധമായി തന്നെ കാണാനാകും. പ്രശ്നങ്ങൾ രമ്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ സാഹചര്യം നിലനിൽക്കെ പരസ്യമായി ഉന്നയിക്കുന്നത് ഗുണകരമാകില്ലെന്നും ഘടകകക്ഷികൾ ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എന്ന സമീപനം തന്നെയാണ് CPMനെ തുടർന്നും സ്വീകരിക്കുക എന്നും TC ചെറിയാൻ പറഞ്ഞു. CPM ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെങ്ങാമുക്ക് സ്കൂളിൽ സാനിറ്റൈസർ വിതരണം ചെയ്തു. മാസങ്ങൾക്ക് ശേഷം സ്കൂളിലെത്തിയ വിദ്യാർത്ഥികൾക്ക് സാനിറ്റൈസർ വിതരണം ചെയ്തു. പെങ്ങാമുക്ക് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കാഞ്ഞിരത്തിങ്കൽ CPM ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് സാനിറ്റൈസർ വിതരണം ചെയ്തത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പഴഞ്ഞ ഡിവിഷൻ അംഗം TS മണികണ്ഠൻ സാനിറ്റൈസർ വിതരണം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ വരുമ്പോൾ പാലിക്കേണ്ട സർക്കാർ നിർദ്ദേശങ്ങൾ TS മണികണ്ഠൻ നൽകി. പ്രധാനാധ്യാപകൻ CG ഷനോജ് അധ്യക്ഷനായി. കാഞ്ഞിരത്തിങ്കൽ ബ്രാഞ്ച് സെക്രട്ടറി AP രാധാകൃഷ്ണൻ, വ്യാപാരി വ്യവസായി സമിതി കാട്ടകമ്പാട് യൂണിറ്റ് സെക്രട്ടറി മനോജ് C ബേബി, ബാലൻ KK എന്നിവർ നേതൃത്വം കൊടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാ പാക്ക് മാത്രമാണ്. റോജാ പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാ പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാ പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാ പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM & Sons ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. വാർത്തകൾ തുടരുന്നു. വെള്ളം ലഭിച്ചില്ല. മങ്ങാട് പൊന്നത്ത് കൃഷിയിടം വിണ്ടുകീറി. കോർക്കുളം മങ്ങാട് പൊന്നം പാടശേഖരത്തിൽ വെള്ളം ലഭിച്ചില്ല. പാടശേഖരങ്ങൾ വിണ്ടുകീറി കൃഷി നശിക്കുന്നു. അരുവായി പാടശേഖരത്തിന്റെ ഭാഗമായ കൃഷിയിടത്തിലാണ് വെള്ളം ലഭിക്കാതെ കൃഷി നശിക്കുന്നത്. മേഖലയിലെ 16 ഏക്കറും വെട്ടിക്കടവ് മേഖലയിലെ 5 ഏക്കറുമാണ് നശിക്കുന്നത്. വെട്ടിക്കടവ് മേഖലയിൽ നിന്നും വെള്ളം പമ്പിംഗ് നടത്താത്തതാണ് കാരണമെന്ന് കർഷകർ പറയുന്നു. വെട്ടിക്കടവിലെ നൂറടിത്തോട്ടിൽ നിന്നും പാടശേഖരത്തിലേക്ക് ചെറുതോട്ടിലൂടെ വെള്ളം പമ്പിംഗ് നടത്തിയിട്ടില്ല. വെട്ടിക്കടവ് കോൾ കൃഷി സംഘമാണ് പമ്പിംഗ് നടത്തുന്നത്. ഇതിനായി കർഷകർക്ക് ഏക്കറിന് 2000 രൂപ ചെലവുണ്ട്. കൃഷിയിറക്കി നെൽച്ചെടികൾക്ക് 17 ദിവസം പ്രായമെത്തിച്ചും വെള്ളം പമ്പിംഗ് നടത്തിയിട്ടില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു. മഴയിൽ വെള്ളം കയറി കൃഷിയിറക്കാൻ വൈകിയതോടെ വിത്ത് വിതച്ചിരിക്കുകയാണ്. വിളവെടുപ്പ് സമയത്ത് വെള്ളത്തിന്റെ പ്രതിസന്ധി നേരിടുന്ന മൂലം ഈ വർഷം ഇവിടെ 100 ദിവസം മൂപ്പെത്തുന്ന മണിരത്നം വിത്താണ് വിതച്ചിട്ടുള്ളത്. വെള്ളമില്ലാതെ പാടശേഖരം വിണ്ടുകീറിയതോടെ പല ഭാഗത്തും വിതച്ച നെല്ലുകൾ ഉണങ്ങിയ അവസ്ഥയിലുമാണ്. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും കുന്നംകുളം പ്രസ് ക്ലബ് സ്വീകരണം നൽകി. കുന്നംകുളം നഗരസഭയുടെ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനും വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലനും കുന്നംകുളം പ്രസ് ക്ലബ് സ്വീകരണം നൽകി. കഴിഞ്ഞ 5 വർഷം സുഹൃത്തുക്കളെ പോലെയായിരുന്നു പത്രപ്രവർത്തകരെന്നും പത്രപ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജം നൽകുന്നതാണെന്നും സീതാ രവീന്ദ്രൻ സ്വീകരണ യോഗത്തിന് ശേഷം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. വിവിധ ഭരണപ്രവർത്തനങ്ങളുടെ വാർത്തകൾ ഏറെ സന്തോഷം നൽകുന്നതെന്നും മാനസികമായി തളർത്താതെ മുന്നോട്ട് പോകുന്നതിന് വളരെ നല്ല സമീപനമാണ് മാധ്യമ സുഹൃത്തുക്കൾ നൽകിയതെന്നും
സീതാ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു. തുടർ ഭരണത്തിലൂടെ കുന്നംകുളത്ത് വികസന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ഭരണസമിതിയെ നയിക്കുന്നതും വനിതകളാണെന്നും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ സ്ത്രീകൾ അണിനിരക്കുന്ന കാലമാണ് ഇതെന്നും അർപ്പിതമായ സ്ഥാനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഉപയോഗിക്കുമെന്നും ഇരുവരും പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് എം ഡി ജവാൽ സ്വാഗതവും ഗിരീഷ് CF, ബെന്നി, മഹേഷ് തിരുത്തിക്കാട് എന്നിവർ ആശംസകളും നേർന്നു. ട്രഷറർ KR ബാബു നന്ദി അറിയിച്ചു. അപ്പോഴാണ് നമുക്ക് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടാവുക. കഴിഞ്ഞ 5 വർഷത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും സുഹൃത്തുക്കളെ പോലെ മാധ്യമ പ്രവർത്തകരെ എനിക്ക് ഊർജം തരുന്ന ഒരു സുഹൃത്തുക്കളായി തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം പലപ്പോഴും പലരും എന്നോട് പത്രങ്ങൾ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, വിവിധ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന പത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും ഒരേ സ്വരത്തിൽ ഭരണത്തെ കുറിച്ചും ഒക്കെ വളരെ നല്ല രീതിയിൽ എഴുതുമ്പോൾ എന്താണ് അവർക്ക് കൊടുക്കുന്ന ഒരു എന്നുള്ള രീതിയിൽ തമാശ രൂപേണ തന്നെ എന്നോട് ചോദിക്കാറുണ്ട്. ആ രീതിയിൽ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ ഒരിക്കലും കഴിഞ്ഞ 5 വർഷം എന്നെ മാനസികമായിട്ട് ഞാൻ തളർത്താത്ത ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഊർജമാണ് മാധ്യമ സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് ലഭിച്ചിരുന്നത്. പുതിയ ഭരണസമിതി ഏറ്റെടുത്തു. നമ്മുടെ പത്രങ്ങൾ തന്നെ എഴുതി ഇനി കുന്നംകുളത്തിന്റെ വികസനം വളയിട്ട കൈകളിൽ ഭദ്രമെന്നുണ്ട്. ഞാനത് ഉൾക്കൊള്ളുന്നു. പഴയ രീതിയിൽ വളയിട്ട കൈകളായിട്ട് മാത്രം കണക്കാക്കാതെ സ്ത്രീകൾ ഇന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വർഷങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്ത്രീകൾക്കും അവരുടേതായിട്ടുള്ള കഴിവുകൾ തെളിയിക്കാൻ കഴിയും എന്ന് കാലഘട്ടങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെ കുന്നംകുളം ബാർ അസോസിയേഷൻ നേതൃത്വത്തിൽ ആദരിച്ചു. കുന്നംകുളം ബാർ അസോസിയേഷൻ അംഗങ്ങളിൽ നിന്നും നിയമിതരായ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയ്ക്കും പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത അഡ്വക്കേറ്റ് K രാമകൃഷ്ണനെയും ചെറുവന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത അഡ്വക്കേറ്റ് AS സുവേഷിനെയും കുന്നംകുളം ബാർ അസോസിയേഷൻ നേതൃത്വത്തിൽ ആദരിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM ഉണ്ണി അധ്യക്ഷനായി. യോഗത്തിൽ പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് എൽസ അംബ്രയിൽ സ്വാഗതവും അഡ്വക്കേറ്റ് PS മനോജ്, അഡ്വക്കേറ്റ് പ്രേംജി പോൾ, അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് വിശംബരൻ എന്നിവർ ആശംസകൾ നേർന്നു. അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ഒലിവർ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. അടയ്ക്ക പഴയത് 6,900 രൂപ മുതൽ 7,300 രൂപ വരെ, പുതിയത് 6,500 രൂപ മുതൽ 7,056 രൂപ വരെ, രണ്ടാം തരം 4,800 രൂപ മുതൽ 5,350 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരത്തിങ്കലിലെ SC കോളനിയിലെ വിദ്യാർത്ഥിക്ക് സ്മാർട്ട് ഫോൺ കൈമാറി. കാഞ്ഞിരത്തിങ്കലിലെ റോഡ് പണി പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു. കാട്ടകാമ്പാലിൽ CPI അമിതമായ അവകാശവാദം ഉന്നയിക്കുകയാണെന്ന് CPM. CPM ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെങ്ങാംകു സ്കൂളിൽ സാനിറ്റൈസർ വിതരണം ചെയ്തു. വെള്ളം ലഭിച്ചില്ല. മങ്ങാട് പൊന്നത്ത് കൃഷിയിടം വെണ്ടുകീറി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും കുന്നംകുളം പ്രസ് ക്ലബ് സ്വീകരണം നൽകി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെ കുന്നംകുളം ബാർ അസോസിയേഷൻ നേതൃത്വത്തിൽ ആദരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.